കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ ഓഡിറ്റിംഗ് MCQ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടുള്ള 4ാമത്തെ ക്ലാസ് പാർട്ട് 4മായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യനുകളാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയത്. അതായത് ഓഡിറ്റ് നോട്ട്ബുക്ക്, ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്, ഓഡിറ്റ് ഫയൽസ്. ഈ 3 എലമെൻറ്റുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യനുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടുകൾക്ക് വേണ്ടി ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ദി ബുക്ക് മെയിൻറ്റെയിൻഡ് ബൈ ദി ഓഡിറ്റർ ടു റെക്കോർഡ് ഒബ്സർവേഷൻസ് ഡ്യൂറിങ് ദി ഓഡിറ്റ് ഈസ് കാൾഡ്. അത് ഓഡിറ്റ് പ്ലാൻ ആണോ, നോട്ട്ബുക്ക് ആണോ, ഫയലാണോ, റിപ്പോർട്ടാണോ? തീർച്ചയായിട്ടും ഒബ്സർവേഷൻസ് റെക്കോർഡ് ചെയ്യൽ ഓഡിറ്റ് നോട്ട്ബുക്കിലാണ്. അതൊരിക്കലും നമ്മുടെ മറ്റ് വിഷയങ്ങളായ വർക്കിംഗ് പേപ്പറോ ഫയലോ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ? ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൻ്റെ ഭാഗമല്ലാത്തത് എന്താണെന്ന് ചോദിച്ചത്. ഓഡിറ്റ് പ്രോഗ്രാമിൽ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ഉണ്ടാവുന്ന ഡോക്യുമെൻ്റ് ആണ്. കാരണം അതൊരു ഫയലാണ്. ആ ഫയലിൻ്റെ അകത്ത് ഉണ്ടാവും ഒരുപാട് പേപ്പേഴ്സ് ആണ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞത്. അതിലൊരു പേപ്പർ എന്തായിരിക്കും? ഓഡിറ്റ് പ്രോഗ്രാം ആയിരിക്കും. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ഷെഡ്യൂൾ, ഡീറ്റെയിൽഡ് പ്ലാൻ ആണ്. ആ ഓഡിറ്റ് വർക്ക് എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിപ്പിക്കണം, ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള പ്ലാൻ ആണ് ഓഡിറ്റ് പ്രോഗ്രാം. അതിൻ്റെ അകത്തുണ്ടാവും. ലെഡ്ജർ അക്കൗണ്ട്സ് ഓഫ് ക്ലയൻറ്റ് ഉണ്ടാവില്ല, എന്നാലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകും. ഓഡിറ്റ് എവിഡൻസ്, റിസ്ക് അസസ്മെൻറ്റ് നോട്ട്സ് ഒക്കെ ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൻ്റെ ഭാഗമാണ്. ഇവിടുത്തെ ശരിയായ ആൻസർ അപ്പോൾ ലെഡ്ജർ അക്കൗണ്ട്സ് ഓഫ് ക്ലയൻ്റ് ആണ്. ബാക്കിയെല്ലാം വർക്കിംഗ് പേപ്പറിൻ്റെ ഭാഗമായിട്ട് വരും. നെക്സ്റ്റ്, ഓഡിറ്റ് ഫയൽ ദാറ്റ് കണ്ടെയ്ൻ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ 2 തരം ഓഡിറ്റ് ഫയൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. കറൻറ്റ് ഓഡിറ്റ് ഫയലും പിന്നെ പെർമനൻറ്റ് ഓഡിറ്റ് ഫയലും. ഇപ്പോൾ ഈ കറൻറ്റ് ഓഡിറ്റ് ഫയൽ എന്നാൽ കറൻറ്റ് ഇയറുമായി ബന്ധപ്പെട്ട ലോങ് ടേം അല്ലാത്ത ചേഞ്ച് ചെയ്യാവുന്ന ഡോക്യുമെൻറ്റുകളാണ് ഉണ്ടാവുക. പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ അത് ഒരു ലോങ് ടൈമിലേക്ക് അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. അതായത് മെമ്മോറാണ്ടം ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും MAയും AAയും ഫൗണ്ടിങ് ഡോക്യുമെൻറ്റുകളും അതൊന്നും എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഓപ്ഷൻ B ആയ പെർമനൻറ്റ് ഓഡിറ്റ് ഫയലിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ ആർ ജനറലി അപ്ഡേറ്റഡ്. ഇപ്പോൾ ഈ വലിയ മാറ്റങ്ങൾ വരാത്ത, ഒരു 1 ഇയറിൽ തന്നെ ചേഞ്ച് വരാത്ത ഈ പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ എപ്പോഴാണ് ചേഞ്ച് വരിക, എപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യുക? ഡെയിലി ആണോ? അല്ല. മന്ത്ലി ആണോ? അല്ല. ആനുവലി ആണ്. കാരണം പുതിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ അകത്തേക്ക് കയറുന്നതോട് കൂടി അത് ഇയർലി അല്ലേ വരുള്ളൂ. അപ്പോൾ ഒരു ചേഞ്ച് വരും. അത് അപ്ഡേറ്റ് ചെയ്യില്ല എന്ന് പറയാൻ പാടില്ല. അത് അപ്ഡേഷൻസ് വരും. അത് 1 ഇയറിന് ശേഷമൊക്കെ വരുള്ളൂ. അതുകൊണ്ടാണ് പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ എന്ന് പറയാനുള്ള കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഡിറ്റ് നോട്ട്ബുക്ക് ഈസ് യൂഷ്വലി പ്രിപ്പയർഡ് ബൈ. നമ്മൾ ഫസ്റ്റ് തന്നെ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു ഓഡിറ്റ് നോട്ട്ബുക്ക് ആരാണ് പ്രിപ്പയർ ചെയ്യാമെന്ന്. അത് ഓഡിറ്റ് സ്റ്റാഫാണ്. അത് ആരെ കസ്റ്റഡിയിലുണ്ടാവുക? ഓഡിറ്ററുടെ കസ്റ്റഡിയിലുണ്ടാവുക. അപ്പോൾ അത് ക്ലയൻറ്റ്സ് അക്കൗണ്ട്സോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിയോ ഡയറക്ടർ ബോർഡോ ഒന്നൊന്നുമല്ല ഓഡിറ്റ് നോട്ട്ബുക്ക് പ്രിപ്പയർ ചെയ്യുക. അത് ഓഡിറ്റർ സ്റ്റാഫാണത് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ദ മെയിൻ പർപ്പസ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ഈസ് ടു. നമുക്കറിയാം ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന പേപ്പറുകൾ മെയിനായിട്ട് പിന്നെ ഓഡിറ്റ് പ്രോഗ്രാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതുപോലുള്ള MA AA പോലുള്ള ഡോക്യുമെൻറ്റ്സുകൾ, ഫൗണ്ടിങ് ഡോക്യുമെൻറ്റ്സുകൾ, അങ്ങനെ ഒരുപാട് പേപ്പറുകൾ അതിൻ്റെ അകത്ത് വരിക. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് അത്തരം പേപ്പറുകൾ കളക്ട് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് ഓഡിറ്റ് ഫീസ് കൂട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ല. 2, സെർവ് ആസ് എവിഡൻസ് ഓഫ് ഓഡിറ്റ് വർക്ക് ഡൺ. തീർച്ചയായിട്ടും അത് എന്തിനാണ്? ഒരു എവിഡൻസ് ആയിട്ട് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്ന ലീഗൽ എവിഡൻസ് ആയിട്ട് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ഉപയോഗിക്കാം. പിന്നെ ഓഡിറ്റ് നോട്ട്ബുക്കും അതേ ഉദ്ദേശത്തിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മാത്രമല്ല ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് കൂടിയാണ്. ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട്, ഓഡിറ്റ് ഒപ്പീനിയനായ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. അല്ലാതെ റീപ്ലേസ് ഓഡിറ്റ് റിപ്പോർട്ട്സോ അവോയ്ഡ് ഫിസിക്കൽ വെരിഫിക്കേഷനോ അതിനൊന്നും ആയിട്ട് വേണ്ടിയിട്ടല്ല. തീർച്ചയായിട്ടും അത് B ഓപ്ഷനായ സെർവ് ആസ് എ എവിഡൻസ് ഓഫ് വർക്ക് ഡൺ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ കറൻറ്റ് ഓഡിറ്റ് ഫയൽ? ഒരു കറൻറ്റ് ഓഡിറ്റ് ഫയൽ, പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ 2 ഉണ്ട്. കറൻറ്റ് ഇയറിനും അല്ലെങ്കിൽ കറൻറ്റിനും പെർമനൻറ്റ് മോർ ദാൻ 1 ഇയറിൽ ചേഞ്ച് വരാത്തതും
ബിലോ 1 ഇയറിൽ ചേഞ്ച് വരാത്തതാണ് പെർമനൻ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തൊക്കെയായിരിക്കും കറൻറ്റ് ഓഡിറ്റ് ഫയൽ ഇൻക്ലൂഡ് ആവുക? അത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആണോ? അല്ല, അത് ചേഞ്ച് വരാത്ത ഡോക്യുമെൻ്റ്, അത് പെർമനൻറ്റ് ഫയലിലേ വരുള്ളൂ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ തീർച്ചയായിട്ടും പെർമനൻറ്റ് ഫയലിലേ വരുള്ളൂ. കറണ്ട് ഇയർ ബാങ്ക് റീകൺസിലേഷൻ കറണ്ട് ഇയറിൻ്റെ ഡോക്യുമെൻ്റ്, അടുത്ത വർഷം വീണ്ടും മാറും, അത് ഇടയ്ക്ക് മാറുന്ന അപ്ഡേഷൻസ് വരുന്ന ഡോക്യുമെൻ്റാണ് തീർച്ചയായിട്ടും. അപ്പോൾ സി ഓപ്ഷനാണ് ഇവിടെ ആൻസർ. ലീസ് അഗ്രിമെൻറ്റ് ഫോർ 10 ഇയർ എന്ന് പറഞ്ഞാൽ 10 വർഷത്തേക്ക് പിന്നെ അഗ്രിമെൻറ്റ് ചേഞ്ച് ചെയ്യില്ല, തീർച്ചയായിട്ടും പെർമനൻ്റ് ആണ്, നാച്ചുറാണ്. അപ്പോൾ സി ഓപ്ഷനായ കറണ്ട് ഇയർ ബാങ്ക് റീകൺസിലേഷൻ ആണ് ശരിയായ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ ഡസ് നോട്ട് ഇൻക്ലൂഡ്. പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ എന്താണെന്ന് അറിഞ്ഞാൽ ഇത് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. അതിൽ എന്തെല്ലാം ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ക്വസ്റ്റ്യൻസിൽ പല പോയിന്റും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും 1 ഇയറിൽ താഴെ ഒരു ചേഞ്ചും വരാത്ത ഒരു ഫയലാണ് പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ. ഒരു ഓഡിറ്റ് ഫയലാണ്, 2 ടൈപ്പ് ഉണ്ട്, അതിൽ ഒന്ന് പെർമനൻ്റ് ആണ്, ഒന്ന് കറണ്ട് ആണ്. അപ്പോൾ പെർമനൻറ്റ് ഓഡിറ്റ് ഫയലിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ചോദിച്ചാൽ ഫിക്സഡ് അസറ്റ് രജിസ്റ്റർ അതിൽ ഇൻക്ലൂഡ് ചെയ്യും. കാരണം ഫിക്സഡ് അസറ്റിൽ ചേഞ്ച് ചെയ്യില്ലല്ലോ, കറണ്ട് അസറ്റ് അല്ലല്ലോ. പിന്നെ ലീഗൽ ഡോക്യുമെൻറ്റ്സുകളും ചേഞ്ച് വരാത്തതാണ്, അല്ലെങ്കിൽ നോർമലി ചേഞ്ച് ഒരു 1 ഇയറിൽ വരാത്തതാണ്. ബോർഡ് മീറ്റിംഗ് മിനിറ്റ്സും മാറാൻ പോകുന്നില്ല. ഒരു ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞാൽ അതിൻ്റെ തീരുമാനങ്ങൾ എഴുതി വെച്ച റെക്കോർഡാണ് ബോർഡ് മീറ്റിംഗ് മിനിറ്റ്സ്, അപ്പോൾ അതിൽ മാറ്റം വരുന്നില്ല. കറണ്ട് ഇയർ ട്രയൽ ബാലൻസ് എന്ത് ചെയ്യും? അത് അപ്ഡേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് ഇവിടുത്തെ ആൻസർ. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഓഡിറ്റ് നോട്ട്ബുക്ക് ഈസ് കറക്റ്റ്? താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരമാണ് ഓഡിറ്റ് നോട്ട്ബുക്ക് കറക്റ്റായത്? ഇറ്റ് ഈസ് എ ലീഗൽ ഡോക്യുമെൻറ്റ് മെയിൻറ്റെയിൻഡ് ബൈ ക്ലയൻറ്റ്. ലീഗൽ ഡോക്യുമെൻ്റ് ആണ്, പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്ലയൻ്റ് അല്ല. ആരാണ് അത്? ഓഡിറ്റർ സ്റ്റാഫാണ്. അപ്പോൾ ഒന്നാമത്തേത് തെറ്റാണ്, നമുക്ക് കറക്റ്റായതാണ് വേണ്ടത് ആൻസർ. ഇറ്റ് കണ്ടെയ്ൻസ് ക്വറീസ്, എറേഴ്സ് ആൻഡ് പോയിൻറ്റ്സ് ഫോർ ക്ലാരിഫിക്കേഷൻ. തീർച്ചയായിട്ടും ഓഡിറ്റ് നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്വറികൾ, അതിന് കിട്ടിയ റെസ്പോൺസ് എന്താണ്, ഫർദർ ക്ലാരിഫിക്കേഷൻ വേണ്ടി വന്നിരുന്നോ, അല്ലെങ്കിൽ അതെന്തായിരുന്നോ, അതൊക്കെയാണ് ഓഡിറ്റ് നോട്ട്ബുക്കിൽ വരിക. തീർച്ചയായിട്ടും ഇവിടുത്തെ ആൻസർ ബി ഓപ്ഷനാണ്. ഇറ്റ് സെൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ് അല്ല. ഇറ്റ് കണ്ടെയ്ൻ ഓൺലി ഫൈനൽ കൺക്ലൂഷൻ, അതൊന്നുമല്ല ഓഡിറ്റ് നോട്ട്ബുക്ക്. നെക്സ്റ്റ്, വർക്കിംഗ് പേപ്പർ ഷുഡ് ബി റിട്ടൈൻഡ് ഫോർ. എത്ര കാലത്തേക്കാണ് വർക്കിംഗ് പേപ്പറുകൾ സൂക്ഷിക്കേണ്ടത്? ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഓഡിറ്റിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫയലാണ്. അതിൻ്റെ അകത്ത് എന്തുണ്ടാവും? ഡോക്യുമെൻറ്റ്സുകൾ ഉണ്ടാവും, പേപ്പറുകൾ ഉണ്ടാവും. പേപ്പറുകൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകും, പിന്നെ MA, AA, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ലീഗൽ ഡോക്യുമെൻറ്റ്സുകൾ, എല്ലാം അത്തരം പേപ്പറുകൾ അതിൻ്റെ അകത്ത് ഉണ്ടാവാം. അപ്പോൾ അത് എത്ര കാലം സൂക്ഷിക്കണം ഓഡിറ്റർ? അത് നമ്മൾ പറഞ്ഞിരുന്നു 7 to 10 years ക്ലാസ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്? ബി ഓപ്ഷനായ അറ്റ്ലീസ്റ്റ് 7 years ആണ് അതിൻ്റെ ആൻസർ. അല്ലാതെ 2 yearോ പിന്നെ ഓൺലി ഡ്യൂറിങ് ഓഡിറ്റ് പീരീഡ് ഒന്നൊന്നല്ല ആൻസർ. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഓഡിറ്റ് ഫയൽ ആർ ക്ലാസിഫൈഡ് മെയിൻലി ഇൻ ടു. ഓഡിറ്റ് ഫയലിന് എന്ത് ക്ലാസിഫിക്കേഷൻ? 2 ഉണ്ട്. നമ്മൾ പല ക്വസ്റ്റ്യനിൽ ഇപ്പോൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് പെർമനൻ്റ് ആണ്, ടെമ്പററി ആണോ, അല്ലെങ്കിൽ പെർമനൻ്റ് ആൻഡ് കറൻ്റ് ആണോ, ഫിക്സഡ് വേരിയബിൾ, ലീഗൽ, സ്റ്റാറ്റുട്ടറി. തീർച്ചയായിട്ടും അത് പെർമനൻ്റ് ഫയലുണ്ട്, കറൻറ്റ് ഫയലുണ്ട്. ടെമ്പററി എന്ന് പറയേണ്ടതില്ല, ശരിക്കും ഇതിൻ്റെ കറക്റ്റ് വേർഡ് തന്നെ നമ്മൾ ഉപയോഗിച്ചത് ബി ഓപ്ഷനിൽ പെർമനൻ്റ് ഓഡിറ്റ് ഫയലും കറൻറ്റ് ഓഡിറ്റ് ഫയലും. പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ പെർമനൻറ്റ് നാച്ചറാണ്, കറൻറ്റ് ഓഡിറ്റ് ഫയൽ എന്ത് ചെയ്യും? അപ്ഡേഷൻ വന്നുകൊണ്ടേ ഇരിക്കും. 12ാമത്തെ ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ മെയിൻ പർപ്പസ് ഓഫ് മെയിൻറ്റെയിനിങ് എ പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ ഈസ്. എന്തിനാണ് ഒരു പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ, കറൻറ്റ് ഓഡിറ്റ് ഫയൽ അല്ല, പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താണ്, കാരണം എന്താണ്? ടു റെഡ്യൂസ് കറൻറ്റ് ഇയർ സ്റ്റോക്ക് പൊസിഷൻ ആണോ? അല്ല. ടു ഹെൽപ്പ് ഇൻ ഫ്യൂച്ചർ ഓഡിറ്റ്. കാരണം പെർമനൻറ്റ് നാച്ചുറൽ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ അടുത്ത പ്രാവശ്യത്തെ നെക്സ്റ്റ് ഓഡിറ്റ് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കാരണം ഇതിലെ പല ഡോക്യുമെൻറ്റുകളും റെലവൻ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടും. ആയതിനാൽ ഇറ്റ് ഹെൽപ്പ് ഇൻ ഫ്യൂച്ചർ ഓഡിറ്റ് എന്നതാണ് ശരിയായ ആൻസർ. അല്ലാതെ എന്തല്ല പെറ്റി ക്യാഷ് എക്സ്പെൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടു പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ എന്നൊന്നുമല്ല ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഡോക്യുമെൻ്റ് ഈസ് മോസ്റ്റ്ലി ലൈക്ലി ഫൗണ്ട് ഇൻ ആൻ ഓഡിറ്റ് നോട്ട്ബുക്ക്?
ഓഡിറ്റ് നോട്ട്ബുക്കിൻ്റെ ഭാഗമായിട്ട് യൂഷ്വലി നമുക്ക് കാണാൻ സാധിക്കുന്ന ഡോക്യുമെൻ്റ് ഏതാണെന്നാണ്. നോക്കാം. ലിസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആണോ? അല്ല. ലിസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വോട്ടിങ്ങുമായിട്ടൊരു ബന്ധമല്ല, കാരണം ഷെയർ ഹോൾഡേഴ്സ് വേറെയാണ്. ഓഡിറ്റ് ക്വറീസ് ടു ബി ക്ലാരിഫൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു എന്തൊക്കെയായിരിക്കും ഓഡിറ്റ് നോട്ട്ബുക്കിൽ ഉണ്ടാവുക. ഫർദർ ക്ലാരിഫിക്കേഷൻസ്, ക്വറീസ്, പിന്നെ അതുപോലുള്ള ഓഡിറ്റ് സമയത്ത് ഉള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ബുക്കാണ് ഓഡിറ്റ് നോട്ട്ബുക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തന്ന ആൻസറിൽ അതിന് ആൻസറായിട്ട് വരാവുന്നത് ബി ഓപ്ഷനേ ഉള്ളൂ. സി എന്താ നോക്കാം. ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റും ഡിപ്രീസിയേഷൻ ഷെഡ്യൂളൊന്നും എന്തല്ല ഓഡിറ്റ് നോട്ട്ബുക്കിൻ്റെ ഭാഗമല്ല, അതൊക്കെ ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിലായിട്ട് പോകും. പിന്നെ ഇപ്പോൾ ഓഡിറ്റ് ക്വറീസ് ടു ബി ക്ലാരിഫൈഡ്, ഓഡിറ്റ് ക്വറി മാത്രമല്ല ഓഡിറ്റ് നോട്ട്ബുക്കിൽ ഉണ്ടാവുക എന്ന് നമുക്കറിയാം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. പിന്നെ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ആർ പ്രോപ്പർട്ടി ഓഫ്, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞൊരു പോയിന്റ് കൂടിയാണ്. ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ഈസ് ദ പ്രോപ്പർട്ടി ഓഫ്. നമ്മൾ ഇത് പല പ്രാവശ്യം പി എസ് ചോദിച്ചൊരു ക്വസ്റ്റ്യനുമാണ്. പിന്നെ അത് ക്ലയൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആണോ, ഓഡിറ്ററുടെ പ്രോപ്പർട്ടി ആണോ, ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആണോ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആണോ? തീർച്ചയായിട്ടും അത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ഓഡിറ്ററാണ്. അത് ലീഗൽ എവിഡൻസ് ആയിട്ട് ഡിസ്പ്യൂട്ട്സിൻ്റെ കേസുകളിൽ അത് ഹാജരാക്കാൻ പറ്റും. മാത്രമല്ല ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഓഡിറ്റിന് ആവശ്യമായ പല പേപ്പറുകളും സൂക്ഷിക്കുന്ന ഒരു ഫയലും കൂടിയാണിത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഫൗണ്ടിങ് ഡോക്യുമെൻറ്റ്സ്, എഗ്രിമെൻറ്റ്സ്, ലോങ് ടൈം എഗ്രിമെൻറ്റ്സ്, ഇതൊക്കെ ആയിരിക്കും അത്തരം ഓഡിറ്റ് വർക്കിംഗ് പേപ്പറായിട്ട് അതിൻ്റെ അകത്ത് വരിക. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് വർക്കിംഗ് പേപ്പർ? നോട്ടാണ്. നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് വർക്കിംഗ് പേപ്പർ. ഏതായിരിക്കും ഗുഡ് വർക്കിംഗ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൻ്റെ ക്യാരക്ടർ അല്ലാത്തത്? കംപ്ലീറ്റ്നെസ് ആണോ? തീർച്ചയായിട്ടും ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ കംപ്ലീറ്റ്നെസ് ആവണം എന്ന് ഫീച്ചറായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ആക്യുറേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്യുറസിയും അപ്പോൾ അതിൻ്റെ ഭാഗമാണ്. അൺറീഡബിൾ ഹാൻഡ് റൈറ്റിംഗ്, അതെന്ത് പരിപാടിയാണ്? അൺറീഡബിൾ ആവരുതല്ലോ, റീഡബിൾ ഹാൻഡ് റൈറ്റിംഗ് ആവേണ്ടത്. അപ്പോൾ ശരിയായ ആൻസർ ഇതിൻ്റെ ആൻസർ സി ഓപ്ഷനാണ്. നീറ്റ്നെസ് ആവണം, കംപ്ലീറ്റ്നെസ് ആവണം, ആക്യുറസി ആവണം എന്നതൊക്കെ ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൻ്റെ ഫീച്ചേഴ്സാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒരിക്കലും അത് അൺറീഡബിൾ ആവരുത്. അപ്പോൾ നോട്ട് ചോദിച്ചുകൊണ്ട് ആൻസർ സി ആണ്. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഓഡിറ്റ് നോട്ട്ബുക്ക് ഈസ് പ്രിപ്പയർഡ്. എപ്പോഴാണ് ഓഡിറ്റ് നോട്ട്ബുക്ക് പ്രിപ്പയർ ചെയ്യുക? ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പാണ്. ബിഫോർ ഓഡിറ്റ് സ്റ്റാർട്ട്സ്, ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ഓഡിറ്റ്, ആഫ്റ്റർ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റഡ്, ഓൺലി അറ്റ് ദ ഇയർ എൻഡ്. നമുക്കറിയാം ഓഡിറ്റ് നോട്ട്ബുക്ക് എന്നത് ഓഡിറ്റ് സ്റ്റാഫ് ഓഡിറ്റ് ചെയ്ത സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബുക്കാണ്. ആ ഒരു ഓഡിറ്റിങ്ങിന് ആവശ്യമായ ക്വറികളും അവർ നോട്ട് ചെയ്ത മിസ്റ്റേക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റെപ്രസെൻറ്റേഷനോ അല്ലെങ്കിൽ റെഗുലേഷൻസിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെതിരായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ എന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്ന ബുക്കാണ് ഓഡിറ്റ് നോട്ട് ബുക്ക്. അതൊരു ലീഗൽ എവിഡൻസ് ഡോക്യുമെൻറ്റും കൂടിയാണ്. അപ്പോൾ അത് ആര് പ്രിപ്പയർ ചെയ്യേണ്ടത്? അത് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? അത് ഓഡിറ്റ് നടക്കുന്ന സമയത്താണ്, അല്ലാതെ എപ്പോഴല്ല. ബിഫോർ അല്ല, എ ഓപ്ഷൻ അല്ല. ഡ്യൂറിങ് ആണ്, ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ഓഡിറ്റ് ആണ്. എപ്പോഴല്ല, ആഫ്റ്ററും അല്ല. പിന്നെ ഓൺലി അറ്റ് ദ ഇയർ എൻഡും അല്ല. മാത്രമല്ല അത് ഓഡിറ്റ് പിന്നെ റിപ്പോർട്ട്സിന് എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റും കൂടിയാണ് അത്. പിന്നെ 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദി പാർട്ട് ഓഫ് കറൻറ്റ് ഓഡിറ്റ് ഫയൽ? വിച്ച് വൺ ഈസ് പാർട്ട് ഓഫ് കറൻറ്റ് ഓഡിറ്റ് ഫയൽ? 2 ഫയലുണ്ട്, കറൻറ്റ് ആൻഡ് പെർമനൻറ്റും. ഏതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കറൻറ്റിൻ്റെ പാർട്ട് ഏതാ ചോദിച്ചത്? ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ ഫോർ കറൻറ്റ് ഇയർ. കറൻറ്റ് ഇയറിലേക്കുള്ള ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ അത് കറൻറ്റ് ഫയലിൻ്റെ ഭാഗമാണ്. കാരണം ഈ എൻഗേജ്മെൻറ്റ് ലെറ്റർ കിട്ടിയതിന് ശേഷം ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നും ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ എന്താണെന്ന് മുൻ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുമാണ്. കാരണം അതിലാണ് ഓഡിറ്റിൻ്റെ സ്വഭാവം എന്താണ് അതിൻ്റെ സ്കോപ്പ് എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഡോക്യുമെൻ്റാണ്, ലെറ്ററാണ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ. തീർച്ചയായിട്ടും അത് കറൻറ്റ് ഓഡിറ്റുമായി ബന്ധപ്പെട്ടത് മാത്രമായതുകൊണ്ട്, അത് മാത്രം റെലവൻസ് ആയതുകൊണ്ട് അതെന്താണ്, കറൻറ്റ് ഓഡിറ്റ് ഫയലിൻ്റെ ഭാഗമാണ്. കമ്പനി ഫൗണ്ടിങ് ഡോക്യുമെൻ്റ് പെർമനൻറ്റ് നാച്ചറാണ്, അതിനൊരിക്കലും മാറാൻ പോകുന്നില്ല, ഫൗണ്ടിങ് ഡോക്യുമെൻ്റ് അല്ലേ. ലിസ്റ്റ് ഓഫ്
ഫിക്സഡ് അസറ്റ് പർച്ചേസ്ഡ് 5 years ago, 5 വർഷം മുമ്പ് വാങ്ങിയ ഫിക്സഡ് അസറ്റിൽ വലിയ മാറ്റം വരാൻ പോകുന്നില്ല, അത് പെർമനൻറ്റ് നാച്ചറാണ്. അപ്പോൾ പെർമനൻറ്റ് ഫയലിൽ പോകുള്ളൂ. ലോങ് ടേം കോൺട്രാക്ട്സ് ലോങ് ടേം ആയതുകൊണ്ട് തന്നെ അതൊരിക്കലും കറണ്ട് ഓഡിറ്റ് ഫയലിൻ്റെ ഭാഗമല്ല, അത് പെർമനൻറ്റ് നാച്ചറാണ്. അപ്പോൾ ശരിയായ ആൻസർ ഇവിടെ എ തന്നെയാണ്, ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ ഫോർ കറൻറ്റ് ഇയർ. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് പ്രൊവൈഡ് എവിഡൻസ് ഫോർ. എന്തിനുള്ള എവിഡൻസ് ആയിട്ടാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ നിലനിൽക്കുക? അത് ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ ആണോ? അതാണ് റിപ്പോർട്ട്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് സപ്പോർട്ടാണ്. കാരണം എന്തെങ്കിലും ഇഷ്യൂസ് ഓഡിറ്ററുടെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിഴവല്ല, അത് നമുക്ക് ഇന്ന വർക്കിംഗ് കാര്യങ്ങൾ സമയത്ത് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇന്ന ഡാറ്റ കിട്ടിയില്ല, ഇൻഫോർമേഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇന്ന വൗച്ചറുകൾ കണ്ടെത്താൻ പറ്റിയില്ല എന്ന രീതിയിൽ റിപ്പോർട്ട്, അല്ലെങ്കിൽ എന്ന രീതിയിൽ പിന്നീട് അത് ഡിസ്പ്യൂട്ട്സ് വരുമ്പോൾ ഓഡിറ്റർ ഭാഗത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുക, ഓഡിറ്റേഴ്സ് ഒപ്പീനിയന് എവിഡൻസ് ആയിട്ട് സപ്പോർട്ടിംഗ് ആയിട്ട് ഓഡിറ്റ് വർക്കിംഗ് പേപ്പറുകൾ നിലനിൽക്കുക. ഒരിക്കലും കമ്പനീസ് ബിസിനസ് ഡിസിഷനോ ടാക്സ് കൺസൾട്ടൻസ് ബൈ ക്ലയൻറ്റോ ഷെയർ അലോട്ട്മെൻറ്റോ എന്നതിനൊന്നും അല്ല ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. അതെന്തിനാണ്? ഓഡിറ്റേഴ്സ് ഒപ്പീനിയനെ സപ്പോർട്ട് ചെയ്യാൻ്റെ ഡോക്യുമെൻറ്റും കൂടിയാണ്. പിന്നെ ഓഡിറ്റ് ഫയൽ ആർ യൂസ്ഫുൾ ഫോർ. ആർക്കാണ് ഓഡിറ്റ് ഫയൽ യൂസ്ഫുൾ ആവുക? അത് ഓഡിറ്റേഴ്സിന് തന്നെയാണ്. അതായത് പ്രൊവൈഡിങ് കംപ്ലൈൻസ് വിത്ത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, പിന്നെ ഇൻക്രീസിങ് കമ്പനി പ്രോഫിറ്റോ, പ്രൊവൈഡിങ് പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസോ, റെഡ്യൂസിങ് ഓഡിറ്റ് സ്റ്റാഫോ എന്നതിനൊന്നുമല്ല. അത് ഓപ്ഷൻ എ തന്നെയാണ്, പ്രൊവൈഡിങ് കംപ്ലൈൻസ് വിത്ത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. പിന്നെ 20th ക്വസ്റ്റ്യൻ, 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ ഈസ് ജനറലി പ്രിപ്പയർഡ്. ആരാണ് അല്ലെങ്കിൽ എന്തിനാണ് പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ പ്രിപ്പയർ ചെയ്യാം? ഓൺലി വൺസ് അറ്റ് സ്റ്റാർട്ട് ഓഫ് ഓഡിറ്റ് റിലേഷൻഷിപ്പ്. കാരണം അത് പെർമനൻറ്റ് നാച്ചറാണ്, അത് ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി വെച്ചതായിരിക്കും, ഒറ്റ പ്രാവശ്യം അത് അപ്ഡേറ്റ് ആവുള്ളൂ, അതോടുകൂടിയ ഫയലിലായി. പിന്നെ എവരി മന്തോ അല്ല, അല്ലെങ്കിൽ ഈച്ച് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് സെപ്പറേറ്റ്ലി ഒന്നുമല്ല. അതെന്താ പെർമനൻറ്റ് നാച്ചറാണല്ലോ, അത് അടുത്ത ഓഡിറ്റിന് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഫോർ ടാക്സ് ഓഡിറ്റ് ഓൺലി അതുമല്ല. അപ്പോൾ ശരിയ ആൻസർ ഓൺലി വൺസ് അറ്റ് ദി സ്റ്റാർട്ട് ഓഫ് ഓഡിറ്റ് റിലേഷൻഷിപ്പ്. അതോടുകൂടി എന്താകും? പെർമനൻറ്റ് ഓഡിറ്റ് ഫയലിൽ പ്രിപ്പയർ ആയിട്ടുണ്ടാകും. കാരണം ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഇവർ ഇത്തരം ഡോക്യുമെൻ്റൊക്കെ കളക്ട് ചെയ്ത് വെക്കും, ഇതുമായി ബന്ധപ്പെട്ട പെർമനൻറ്റ് നാച്ചുറലല്ല. അത് ഈ ഓഡിറ്റിനും വരാവും പോകുന്ന അടുത്ത വർഷത്തെ ഓഡിറ്റിനും എന്തായിരിക്കും? അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അത് റെലവൻ്റ് ആണ്, ലോങ് ടേം നാച്ചറാണ്. വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ വർക്കിംഗ് പേപ്പേഴ്സ്. ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിൽ കാണാൻ കഴിയാത്തത് ഏതാ എന്നാണ് ചോദിച്ചത്. ഓഡിറ്റ് പ്രോഗ്രാം തീർച്ചയായിട്ടും വർക്കിംഗ് പേപ്പറിൽ ഉണ്ടാകും, കാരണം അത് ആ പ്ലാനാണല്ലോ, അതിലുണ്ടാകും. ഓഡിറ്റ് എവിഡൻസ്, അത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ഉദ്ദേശം തന്നെ എന്താണ്? എവിഡൻസ് ആണ്. പിന്നെ ഓഡിറ്റ് കൊറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൊറി ചോദിച്ചാൽ കിട്ടുന്ന റിപ്ലൈ ഒരു പേപ്പർ ആണെങ്കിൽ അതും അതിൻ്റെ അകത്ത് ഉണ്ടാകും. പബ്ലിഷ്ഡ് കമ്പനി ആനുവൽ റിപ്പോർട്ട് ഓഫ് അതർ കമ്പനീസ്, അത് ഇതുമായി ബന്ധപ്പെടാത്ത ഒരു നിലക്കും മാച്ച് ആവാത്തൊരു പോയിന്റും കൂടിയാണ്. പബ്ലിഷ്ഡ് കമ്പനി ആനുവൽ റിപ്പോർട്ട് ഓഫ് അതർ കമ്പനീസ് എന്നത്. പിന്നെ 22ാമത്തെ ക്വസ്റ്റ്യൻ, വർക്കിംഗ് പേപ്പർ ഹെൽപ്പ് ദി ഓഡിറ്റർ മെയിൻലി. ഏത് വിഷയത്തിലാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക? പ്ലാനിങ് ആൻഡ് സപ്പോർട്ടിങ് ഓഡിറ്റ് കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ റിപ്പോർട്ട് ചെയ്താൽ നേരത്താണ്, കൺക്ലൂഡ് ചെയ്യാൻ നേരത്താണ്. പിന്നെ അതിൻ്റെ പ്ലാനിങ്ങിനും അതിന് വേണ്ട വിവരങ്ങൾ നൽകുന്നതിനൊക്കെയാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം. അതൊരിക്കലും എന്തല്ല ഡിവിഡൻഡ് ഡിസൈഡ് ചെയ്യാനോ അപ്പോയിൻറ്റിങ് ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ടോ മാനേജിങ് കമ്പനി ഓപ്പറേഷന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഓപ്ഷൻ എ തന്നെയാണ് എൻ്റെ ശരിയായ ആൻസർ. 23ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫ്ലോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഓഡിറ്റ് ഫയൽ ഈസ് ഫാൾസ്. ഓഡിറ്റ് ഫയലുമായി ബന്ധപ്പെട്ട 4 സെൻറ്റൻസിൽ ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചത്. ദേ ആർ യൂസ്ഫുൾ ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. തീർച്ചയായിട്ടും ഓഡിറ്റ് ഫയൽ ഫ്യൂച്ചർ റെഫറൻസിന് ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത്തത്, ദേ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റിപ്പോർട്ട് സബ്മിഷൻ. റിപ്പോർട്ട് സബ്മിഷൻ്റെ കൂടെ ഉടനെ തന്നെ അത് ഡിസ്ട്രോയ് ചെയ്യാൻ, നശിപ്പിക്കാനോ പോകുന്നില്ല. അതന്നെ ഇവിടുത്തെ ആൻസർ. ഏത്? ഫാൾസായ ആൻസർ ബി എന്ന ഓപ്ഷന്.
ദേ ക്യാൻ ബി ഇൻസ്പെക്ടഡ് ബൈ റെഗുലേറ്റേഴ്സ് ഇഫ് റിക്വയർഡ്. പോസിബിൾ ആണ്. ദേ ഷുഡ് ബി മെയിൻറ്റെയിൻഡ് സിസ്റ്റമാറ്റിക്കലി. അങ്ങനെ തന്നെ വേണ്ടത്, നീറ്റായിരിക്കണം, അക്യുറേറ്റ് ആയിരിക്കണം ഒക്കെ മുമ്പ് പറഞ്ഞല്ലോ. പിന്നെ 24ാമത്തെ ക്വസ്റ്റ്യൻ, ഓഡിറ്റ് നോട്ട്ബുക്ക് സെർവ് ആസ് എ. എന്താണ് ഓഡിറ്റ് നോട്ട്ബുക്ക് കൊണ്ട് കിട്ടാൻ പോകുന്നത്? പ്ലാനിങ് ഡോക്യുമെൻ്റ് ആണോ? അല്ലെങ്കിൽ അല്ല. പിന്നെ എന്താണ്? റെക്കോർഡിംഗ് ഓഫ് മാറ്റേഴ്സ് ഒബ്സർവ്ഡ് ഡ്യൂറിങ് ദി ഓഡിറ്റ്. കാരണം ഓഡിറ്റ് നടക്കുന്ന സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് ഓഡിറ്റ് നോട്ട്ബുക്ക്. ഇവരെ കുറി, ഇവർക്ക് കിട്ടുന്ന റിപ്ലൈ, ഇവരെ ചോദിച്ച അല്ലെങ്കിൽ റിവ്യൂ ചെയ്ത കാര്യങ്ങൾ ഇത്യാദി കാര്യങ്ങളാണ് ഓഡിറ്റ് നോട്ട്ബുക്കിൽ വരിക. ലീഗൽ നോട്ടീസാണ് ക്ലയൻറ്റിൻ്റെ എന്താ പറയുക, ലീഗൽ നോട്ടീസ് ടു ക്ലയൻ്റ് അല്ല. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അല്ല. അതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൻ്റെ അകത്താണ് വരിക. ഓഡിറ്റ് നോട്ട്ബുക്ക് സെർവ് ആസ് എ റെക്കോർഡ് ഓഫ് മാറ്റേഴ്സ് ഒബ്സർവ്ഡ് ഡ്യൂറിങ് ഓഡിറ്റ് എന്നാണ് ശരി ആൻസർ. ഏറ്റവും ലാസ്റ്റ് ആൻസർ നോക്കാം. ഇൻ കേസ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്തായിട്ട് മാറും? ഡിസ്പ്യൂട്ട്സ് വന്നു കഴിഞ്ഞാൽ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ക്യാൻ സെർവ് ആസ് ആൻ എവിഡൻസ്. കാരണം അത് ലീഗൽ എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാൻ അതിൻ്റെ ഫിക്സറിൻ്റെ ഭാഗമാണ്. അതിൽ കാനോട്ട് ബി യൂസ്ഡ് ടു കോർട്ട് എന്നല്ല, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ കോർട്ട്. ഇറവലൻ്റ് എന്നല്ല, ഇറ്റ് ഇസ് റെലവൻ്റ് ആണ്. പിന്നെ മസ്റ്റ് ബി ഡിസ്ട്രോയിഡ്, അങ്ങനെ ഡിസ്ട്രോയ് എന്നല്ല. ഇതിനൊക്കെ എന്തുണ്ട്, എത്ര സമയം കീപ്പ് ചെയ്യണം, അതൊരു എവിഡൻസ് ആയിട്ട് ഡിസ്പ്യൂട്ട്സ് സമയത്ത് ഹാജരാക്കേണ്ട ഡോക്യുമെൻ്റ് അല്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഡിസ്ട്രോയ് ചെയ്യേണ്ടതല്ല അത്. അപ്പോൾ ശരിയായ ആൻസർ 25 C ആണ്. പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്.